നമുക്കിന്ന് മേത്തി ലീഫ് കൊണ്ടൊരു തോരൻ ഉണ്ടാക്കാം. ഇത് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. മേത്തി ലീഫ് എന്ന് പറഞ്ഞ് ഞാൻ അതിലൊരു കെട്ട് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് വൃത്തിയായിട്ട് നോക്കിപ്പറക്കി കഴുകി അല്പം മഞ്ഞൾ വെള്ളത്തിൽ ഒരു 10 മിനിറ്റ് ഇട്ട് വെച്ചിരുന്നാൽ എന്തെങ്കിലും വിഷാംശം വല്ലതും ഉണ്ടെങ്കിൽ അത് ഇല്ലാതെയാകും. അങ്ങനെ നമുക്ക് ഇത് വൃത്തിയായിട്ടൊന്ന് നോക്കിപ്പറക്കി കഴുകി മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വെക്കാം. വൃത്തിയായിട്ട് നോക്കി പറക്കി കഴുകിയെടുത്ത മേത്തി ലീഫാണ്. ഇനി ഇത് നമുക്ക് മഞ്ഞൾ വെള്ളത്തിലേക്ക് കുറച്ച് സമയം ഇട്ട് വെക്കാം. ഇതിൻ്റെ വേരിൻ്റെ ഭാഗം അങ്ങ് മുറിച്ച് കളയാം. അവിടെയൊക്കെ കഴുകിയതാണ്. വാടാതിരിക്കാൻ ഇച്ചിരി നേരം കൂടെ അത് ഞാനങ്ങനെ വെള്ളത്തിൽ ഇട്ടപ്പം അവിടെ വെച്ചെന്നേ ഉള്ളൂ. മഞ്ഞൾ വെള്ളത്തിൽ ഇച്ചിരി കഴിയുമ്പോൾ ഇതിങ്ങനെ ഒന്നെടുത്ത് തിരിച്ചിങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കണം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ അങ്ങനെ ഒരു 10 മിനിറ്റ് ഇതിനകത്ത് ഇട്ട് വെച്ചിട്ട് നമുക്ക് ചീര മഞ്ഞൾ വെള്ളത്തിൽ കിടക്കുമ്പോഴേക്കും അത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് എടുക്കാനുള്ളൂ. അപ്പോഴേക്കും ഈ അതിലിടാനുള്ള തുവരയൊന്ന് വേവിച്ചെടുക്കാം. ഒരു 2 പിടി തുവരയുണ്ട്, ഒരു 50 ഗ്രാം കാണും. അതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് പ്രഷർ കുക്കറിൽ വെച്ചാൽ അങ്ങ് വെന്ത് പോകും. കൊണ്ട് ഞാൻ ഇത് മസൂർ ദാലാണ്. മറ്റേ തുവരപ്പരിപ്പോ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്താൽ മതി. ഏതെങ്കിലും ഒരു ദാല് വേവിക്കാം. ഇത് നമുക്ക് വേവ് നോക്കി കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തങ്ങ് വേവിക്കാമെന്ന് കരുതിയാൽ ഞാൻ ഈ പാനിനകത്ത് വെച്ച് തീ കത്തിച്ചു. ഇനി അത് അവിടെ അടച്ചിരുന്ന് വേവട്ടെ. പരിപ്പ് വെന്തോന്നൊന്ന് നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് മഞ്ഞളിനകത്തിട്ടിരിക്കുന്ന മേത്തി ലീഫ് എടുത്ത് വെള്ളം തോരാനായിട്ട് വെക്കാം. ഇത് ഞാനൊരു 5 മിനിറ്റ് കഴിഞ്ഞപ്പം വന്ന് തിരിച്ചിങ്ങനെ ഇട്ട് വെച്ചിരുന്നു. അത് ഇനിയിപ്പം എന്തെങ്കിലും വിഷാംശം വല്ലതും ഉണ്ടെങ്കിൽ തന്നെ അത് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വെക്കുന്നത്. ഇനി ഇത് നമുക്കൊന്ന് തോരാനായിട്ട് ഈ സ്ട്രെയിനറിനകത്തോട്ട് വെക്കാം. വെള്ളം ഒന്ന് തോന്നു കഴിയുമ്പോൾ തോരൻ വെക്കാം. മേത്തി ലീഫ് നമ്മൾ വെള്ളം തോരാനായിട്ട് വെച്ചു. ഇനി അതിനുള്ള അരപ്പെടുക്കാം. തേങ്ങയും ജീരകവും മഞ്ഞളും വെളുത്തുള്ളിയും പച്ചമുളകും ചുവന്നുള്ളി ഇതെല്ലാം കൂടെ മിക്സിക്കകത്തൊന്ന് ചതച്ചെടുക്കുക. അരയ്ക്കേണ്ട, ചതച്ചെടുത്താൽ മതി. തേങ്ങ മിക്സിക്കകത്തിൽ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ച് പാൻ അടുപ്പത്ത് വെക്കാം. സ്റ്റൗവിൽ പാൻ വെച്ച് ചൂടായി കഴിഞ്ഞപ്പോൾ എണ്ണ ഒഴിച്ചു. ഇനി എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് അല്പം കടുക് ഇട്ട് കൊടുക്കുക. ഇപ്പം ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും ഇട്ടൊന്ന് കഴിച്ച് വരും. ഒരു ഹാഫ് കൊച്ചു സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിന് ചെറുതായിട്ട് അതും കൂടെ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മേത്തി ലീഫിൻ്റെ തണ്ട് പ്രത്യേകം അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് ഒന്ന് വഴന്നതിന് ശേഷം ഇല ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് തേങ്ങ അരച്ച് മിക്സിക്കകത്തിരിക്കുന്നതും കൂടെ ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് ചൂടാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ലീഫ് ഇട്ട് കൊടുക്കുക. മേത്തി ലീഫ് അരപ്പിനകത്ത് നമ്മൾ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ജീരകവും പച്ചമുളകും തേങ്ങയും മഞ്ഞളും എല്ലാം കൂടെയാണ് അരച്ച് എണ്ണയ്ക്കകത്തൊന്ന് ചൂടാക്കി എടുത്തത്. അതിനകത്തോട്ട് നമുക്ക് ഈ ലീഫ് ഇട്ട് കൊടുക്കാം. ഇത് ഉപ്പും കൂടെ ഇട്ട്
ഒന്ന് ഇളക്കിയിട്ട് അടച്ച് വെക്കാം. നേരത്തെ നമ്മൾ ഉപ്പൊന്നും ചേർത്തിട്ടില്ല, തേങ്ങ അരച്ചതിൻ്റെ കൂട്ടത്തിലൊന്നും ചേർത്തിട്ടില്ല. നമുക്കൊന്ന് അടച്ച് വെക്കാം. അടച്ച് വെച്ച് ചെറിയ തീയത്ത് കിടന്ന് വേവട്ടെ. ഇതിലേക്ക് നമുക്ക് ഒന്ന് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് തുവരയും കൂടി ഇട്ട് കൊടുക്കാം. തുവര വേവിച്ച് വെച്ചേക്കുന്നത് ഇട്ട് കൊടുത്ത് അതുകൂടെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് അടച്ച് വെക്കാം. തുവര ഉപ്പും മഞ്ഞളൊക്കെ ഇട്ട് വേവിച്ച് വെച്ചതാണ്. ചേർത്തൊന്ന് അടച്ച് വെക്കാം. ഓപ്പൺ ചെയ്ത് നോക്കാം. റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ല് വരുന്നുണ്ട്. കടുവറുത്തതിൻ്റെയും ആദ്യം കടുവറുത്തതിനകത്തോട്ടാണ് നമ്മൾ അരപ്പൊക്കെ ചേർത്ത് കൊടുത്തത്. തുവരയും എല്ലാം കൂടെ മിക്സായി കഴിഞ്ഞപ്പം നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഉപ്പ് നോക്കി വേണമെങ്കിൽ ഇപ്പം ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ കറക്റ്റാണ്. വളരെ പോഷകഗുണമുള്ള ഒരു ചീര കൂട്ടാനാണ് മേത്തി ലീഫ് കൊണ്ടുള്ള ഈ തോരൻ. എല്ലാവരും ഉണ്ടാക്കി ഉപയോഗിക്കുക.